ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. മരിയാപുരത്തെ കർഷകയായ ശ്രീമതി ജിലു വർഗീസ് എറപ്പുഴിക്കര തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ മരിയാപുരം പഞ്ചായത്തിലെ ഒരു യുവ കർഷകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീട്ടമ്മയും കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ജിലു വർഗീസ് എറപ്പുഴിക്കരയാണ് നമ്മോടൊപ്പം ഉള്ളത്. ജിലുവിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ജിലു ഇങ്ങനെ വിദ്യാഭ്യാസവും പഠനവും ഒക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസമൊക്കെ വാഴത്തോപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ പഠിച്ചത് കട്ടപ്പനയാണ്. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞോടുകൂടി കല്യാണം ആയി. അതിനുശേഷം പിള്ളേർ അതൊക്കെ ആയതോടുകൂടി കൃഷിയിലോട്ടും വീട്ടുകാരിലോട്ടൊക്കെ തിരിഞ്ഞു. പിന്നെ നമ്മൾ ജോലിക്കോട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിക്കൊന്നും ശ്രമിക്കാതിരുന്നാണോ അതോ ജോലി കിട്ടാതിരുന്നാണോ? ജോലി കിട്ടാതിരുന്നതല്ല, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും പിന്നെ ചാച്ചൻ അമ്മച്ചി ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് 4 മക്കളാണ്. അതോടുകൂടി നമ്മൾ ജോലി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെ കൃഷികളൊക്കെ ആയിരുന്നു വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്? വീട്ടിലും കൂടുതലും കൊക്കോയും കുരുമുളകും കാപ്പിയാണ് ഉണ്ടായിരുന്നത്. അന്ന് മാതാപിതാക്കളോടൊപ്പം ഈ കൊക്കോയുടെയും കാപ്പിയുടെയും ഒക്കെ കൃഷികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. കാരണം കൊക്കോ പൊട്ടിക്കാനും ജാതിക്ക പെറുക്കാനും അതിനൊക്കെ ആയിട്ട് എനിക്കൊരു ആങ്ങളെയുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതിനൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങിയ ഒരു കാര്യം നമ്മുടെ മനസ്സിനാണേലും ഒരുപാട് സന്തോഷവും തരുന്ന ഒരു കാര്യമാണല്ലോ. നമ്മുടെ നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ പുറത്തോട്ട് ഇറങ്ങി കൃഷിയിലോട്ട് ഇറങ്ങി ചെയ്യുമ്പോഴാണേലും നമുക്ക് കൂടുതലൊരു മനസ്സിന് സന്തോഷവും പിന്നെ ഓരോ വിളവിൽ നിന്നൊക്കെ ആദായം കിട്ടുമ്പോഴും നമുക്കതൊരു കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ സഹായിച്ചിരുന്നു. അതിനുശേഷം വിവാഹം കഴിച്ച് മരിയാപുരത്ത് വന്നതാണ്? മരിയാപുരത്തോട്ട് വന്നതാണ്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നത്? ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വണ്ണപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടേക്കുന്നത്. വണ്ണപ്പുറത്ത് എന്തൊക്കെ കൃഷികളായിരുന്നു ഉണ്ടായിരുന്നത്? വണ്ണപ്പുറത്ത് കൂടുതലും കൊക്കോയും റബ്ബറും ഉണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് റബ്ബറാണ്. അപ്പോൾ കൊക്കോയും റബ്ബറും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇപ്പോൾ ഇവിടെ ഹൈറേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ടുള്ളത്? നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് ജാതി, കൊക്കോ, കുരുമുളക്, കാപ്പി, പിന്നെ നമ്മൾക്ക് പച്ചക്കറികളുണ്ട്. അതിൽ ഈ ജാതി, കൊക്കോ, കുരുമുളക്, കാപ്പി എന്നിവ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദായം തരുന്നത് ഏത് കൃഷിയാണ്? ജാതിയും കൊക്കോയാണ് ഏറ്റവും കൂടുതൽ ആദായം തരുന്നത്. ഈ ജാതി ബഡ് ജാതിയാണോ നാടൻ ജാതിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്? നാടനും ഉണ്ട്, ബഡും ഉണ്ട്. ബഡാണ് കൂടുതൽ. മൊത്തം ഈ കൃഷികളെ തനിച്ചാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ ഇടവിളയായിട്ടാണോ? ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തേക്കുന്നത്. കൊക്കോയും കുരുമുളകും ജാതിയും അത് ഇടകലർത്തിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാപ്പി മാത്രമാണ് വേറെ ഉള്ളത്? വേറെ നട്ടേക്കുന്ന കാപ്പി മാത്രമേ ഉള്ളൂ. കൊക്കോയുടെയൊക്കെ ഇടയ്ക്കൂടെ ചില കാപ്പികളുണ്ട്. അപ്പോൾ ഈ ജാതി ഏകദേശം എത്ര അകലത്തിലായിരിക്കും കൃഷി ചെയ്തിരിക്കുന്നത്? 25-30 അടി അകലത്തിലാണ് നട്ടേക്കുന്നത്. ഇപ്പോൾ ജാതി ആദായം കിട്ടുന്നുണ്ടോ? ഉണ്ട്, കിട്ടുന്നുണ്ട്. എത്ര ജാതി ഉണ്ടാവും ഏകദേശം കായ തരുന്നത്? 25. എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യാൻ? 3.5 ഏക്കർ. 3.5 ഏക്കറിൽ ഇപ്പോൾ 25 ജാതിയാണ് കായ തരുന്നുള്ളൂ അല്ലേ? ഉണ്ട്. ചെറുജാതികൾ നട്ടിട്ടുണ്ട്. കായ്ക്കുന്നത് 25 ആണ്. ജാതി ഇങ്ങനെ നമ്മൾ കായ പറിച്ചെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പൊട്ടി നിൽക്കുമ്പോഴേ അങ്ങ് പറിക്കുവാണ്. അതാകുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തെ ആ ഫ്ലവർ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഹസ്ബൻഡ്, ഞാനും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ പിള്ളേർക്ക് ഒരു ആവേശോത്സവമാണ് അത് പറയാം. പിന്നെ ഇപ്പോൾ ഫ്ലവറിനാണല്ലോ നമുക്ക് ഏറ്റവും വില കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പൊട്ടി താഴോട്ട് വീണ് കഴിഞ്ഞ് അത് അതും ഇപ്പം വില അതിന് ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയാണ് കൂടുതലും പറിക്കുന്നത്.
ഏകദേശം ഒന്നരാടം ദിവസം ഇത് പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നരാടമില്ല, എല്ലാ ആഴ്ചയിലെല്ലാം ഞായറാഴ്ചയാണ്. അപ്പോഴത്തേക്കും കുറേ എണ്ണം ചീഞ്ഞു പോകാൻ ഇല്ല, സാധ്യതയുണ്ടോ? പിന്നെ ഞാൻ നടക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ഒരുമാതിരി ഞങ്ങളെല്ലാം തന്നെ ഞായറാഴ്ചകളിൽ തോട്ടിയോണ്ടാണേലും പൊട്ടി നിൽക്കുന്നതും ഏകദേശം 30 പറിച്ചു വെക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ പറമ്പിക്കൂടെ പച്ചക്കറിയുടെ കാര്യത്തിനും അതിനൊക്കെ പറമ്പിൽ കയറി പോകുമ്പോൾ ജാതിയുടെ ചോട്ടിക്കൂടെ ഉള്ളത് പൊട്ടി വീണ് നമ്മൾ പറിക്കാത്ത ഉള്ളത് പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നഷ്ടമൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ആദായം എടുക്കുമ്പോൾ ഈ പൂവ് ഫ്ലവർ ആയിട്ടാണ് കൂടുതൽ ഉണങ്ങിയെടുക്കാൻ നോക്കുന്നത്. അതെ. അപ്പോൾ ഫ്ലവർ ആയിട്ട് കിട്ടാത്തത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? അത് നമ്മൾ വേറെ തിരിച്ച് സെപ്പറേറ്റ് രണ്ടാമതായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവറും ഈ അല്ലാത്ത സാധാരണ പൂ ആയിട്ട് വരുന്ന 2ാം ഗ്രേഡും തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസം വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഫ്ലവറിനാണെങ്കിൽ 2000 രൂപയൊക്കെ വില കിട്ടാറുണ്ട്. ഇച്ചിരിയോടെ മോശമൊക്കെ ആണെങ്കിൽ ഒരു 1500, 1700 അത്രയൊക്കെ ഇതേ കിട്ടാറുള്ളൂ. ജാതി കായ്ക്ക് എന്ത് വില ലഭിക്കാറുണ്ട്? ജാതിക്കായ്ക്ക് ഒരു കൂടി 300, 250-300 കിട്ടാറുണ്ട് ഈ വർഷം. കഴിഞ്ഞ വർഷം 340, 350 ഒക്കെ ഉണ്ട്. 370 വരെ കൊടുത്തിട്ടുണ്ട് നമ്മള്. ഈ ജാതിക്കായെ നമ്മൾ ഉണങ്ങിയെടുത്തതിന് ശേഷം അത് പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് വിൽക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാതിക്ക് അങ്ങനെ കൂടുതലും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ചില അങ്ങനെ അപൂർവം വന്നിട്ടുള്ളൂ. പൊട്ടിപ്പോയ കായകൾ ഞങ്ങൾ സെപ്പറേറ്റ് അത് മാത്രം പൊട്ടിച്ചു എടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെ അതിനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ ജാതിക്കായ പൊട്ടിച്ച് അതിന്റെ അകത്തെ പരിപ്പെടുത്ത് കൊടുത്താൽ കൂടുതൽ വിലയുണ്ട്. വിലയുണ്ട്. പക്ഷെ സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അല്ലാണ്ട് ഉണക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഏകദേശം എത്ര ജാതിക്ക വേണ്ടി വരും 1 കിലോ ഉണക്ക ജാതി പരിപ്പ് കിട്ടാൻ? 90-100 ഒക്കെ വരും. പ്രത്യേകിച്ച് ജാതി മരത്തിന് എന്തെങ്കിലുമൊക്കെ കേടുകളോ അല്ലെങ്കിൽ രോഗകീടബാധകളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ വേരുപുഴുവൊക്കെ അതങ്ങനെ വരാറുണ്ട്. കമ്പുണക്കും ഉണ്ട്. ഇടയ്ക്ക് നനവിന്റെ പ്രശ്നം കാരണം വരുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ സമയത്തിന് അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ വലിയധികം പ്രശ്നങ്ങൾ വരാത്ത ഒരു കൃഷിയാണ് ജാതി. ഈ ജാതിക്ക് വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ട്, വളപ്രയോഗം ചെയ്യാറുണ്ട്. നമ്മള് എല്ലുപൊടി, ചാണകം അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് വർഷത്തിൽ എത്ര തവണ ചെയ്യാറുണ്ട്? വർഷത്തിൽ ഒരു 2 തവണ ചെയ്യാറുണ്ട്. കേടുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും മരുന്നുകളോ ബോഡോമിശ്രിതം പോലെ എന്തെങ്കിലുമൊക്കെ തളിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ വേരുപുഴുവിനുള്ള ഒരു മരുന്ന് കൊടുക്കാറുണ്ട്. ഇത്ര ഒരു വെള്ളത്തിൽ കലക്കി അതിൽ നമ്മൾ അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. ഇങ്ങനെ കീടബാധകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ കൃഷിഭവനിലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉപദേശം തേടാറുണ്ടോ? ഉണ്ട്. അവരുടെ ഉപദേശം തേടാറുണ്ട്. അവർ നമ്മൾ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇനി ജാതി കൃഷിയിൽ നിന്ന് കൊക്കോ കൃഷിയിലേക്ക് വന്നാൽ കൊക്കോയും ഈ ജാതിയുടെ ഇടയ്ക്ക് തന്നെയാണോ കൃഷി ചെയ്തിരിക്കുന്നത്? അതെ. കൊക്കോയും ഇതിന്റെ ഇടയിൽ തന്നെയാണ് കൃഷി ചെയ്തേക്കുന്നത്. എത്ര കൊക്കോ മരങ്ങൾ ഉണ്ടാവും? 100-150 എണ്ണം ഉണ്ട്. ഇത് ആദായം ലഭിക്കുന്ന കൊക്കോ മരങ്ങളല്ലേ? അതെ, ആദായം ലഭിക്കുന്നതാ. ഇപ്പോൾ കൊക്കോയ്ക്ക് നന്നായിട്ട് ആദായം ലഭിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ? ഉണ്ട്. കൂടുതൽ ഉണക്കിയാണ് കൊടുക്കാറ്. അതായത് കൊക്കോ പറിച്ചെടുത്ത് പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് അത് ഉണക്കിയാണ് കൊടുക്കാറുള്ളത് അല്ലേ? ഈ കൊക്കോ നമ്മൾ ആദായം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആഴ്ചയിൽ ഒന്നാണോ ആദായം എടുക്കുന്നത്? ആഴ്ചയിൽ ഒന്ന് എടുക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒന്ന് എടുത്തിട്ട് നമ്മളത് അപ്പോൾ തന്നെ പൊട്ടിച്ച് അത് എന്താണ് ചെയ്യുന്നത്? 1-2 ദിവസം എടുക്കും പൊട്ടിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാണ് എടുക്കാം. അല്ല, ഉണക്കുന്നതിന് മുമ്പ് ഇത് പുളിപ്പിക്കാറ്? ഉണ്ട്. ചാക്കി കെട്ടി പുളിപ്പിക്കാറുണ്ട്. അത് എത്ര ദിവസം പുളിപ്പിക്കാൻ വേണ്ടി ഇടും? ഒരു 2-3 അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും വെക്കും ഞങ്ങൾ. നല്ലോണം അതിന്റെ നിറം മാറി വരുന്നിടം വരെ വെക്കാറുണ്ട്. വെള്ളം ശരിക്കും പോയി അതിന്റെ നിറം മാറി വരുന്നിടം വരെ ചാക്കി കെട്ടി വെക്കാറുണ്ട്. ചണച്ചാക്കിൽ കെട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് ചാക്കിനേക്കാളും കൂടുതൽ ചണച്ചാക്കി കെട്ടി വെക്കുക ചെയ്യുന്നത്. ഫെർമെന്റേഷൻ കറക്റ്റ് ആകാൻ വേണ്ടി. അപ്പോൾ 3-4 ദിവസം പുളിപ്പിച്ചതിന് ശേഷം പിന്നെ അത് വെയിലത്തിട്ട് ഉണങ്ങി എടുക്കുന്നു. വെയിലത്തിട്ട് ഉണക്കി എടുക്കുക ചെയ്യുന്നത്. എത്ര ദിവസം വെയിലത്ത് ഇടേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാൻ? നല്ല വെയിലാണെങ്കിൽ ഒരു 2-3 ദിവസം. അത്ര നല്ല വെയിലാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ എടുക്കേണ്ടി വരും. കാരണം അത് നല്ലതായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പൂപ്പൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത്രയും നമ്മൾ നല്ല വില കിട്ടത്തില്ല. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും നന്നായിട്ട് ഇത് ഉണങ്ങി വരണമെങ്കിൽ. ഇതിങ്ങനെ നമ്മൾ ഫെർമെന്റേഷൻ നടത്തി ഉണങ്ങി കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം എത്ര കിലോ പച്ചപ്പരിപ്പ് ഉണങ്ങിയാൽ 1 കിലോ ഉണക്കപ്പരിപ്പ് കിട്ടാറുണ്ട്? 3-1 കിട്ടാറുണ്ട്. 2.5-3. അതായത് 2.5 കിലോ മുതൽ 3 കിലോ വരെ പച്ചപ്പരിപ്പ് ഉണങ്ങി കഴിഞ്ഞാൽ 1 കിലോ ഉണക്ക കൊക്കോ പരിപ്പ് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്നത്. അതിന് ഈ കൊക്കോ പരിപ്പിന് ഇപ്പൊ എന്ത് വില വരെ ലഭിക്കുന്നുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ 240 കൊടുത്ത്, ഇപ്പൊ വില കൂടി 290 വരെ ആയിട്ടുണ്ട്. ഈ 290 രൂപ വില ഇതിനു മുമ്പ് ഇതുപോലെ വില കൂടി എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
ഇല്ല, വന്നിട്ടില്ല. 300 വരെ അടുത്ത് വരുമെന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ കൊക്കോ ഇങ്ങനെ ഏകദേശം നമ്മൾ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര നാളത്തേക്ക് ഈ കൊക്കോ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും തുടർച്ചയായിട്ട്? 2-3 മാസം വരെ കിട്ടാറുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെ ഒരു ഒന്നാം ഘട്ടം. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, അങ്ങനെ ജൂൺ, ജൂലൈ, അങ്ങനെ 2 ഘട്ടമായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് കായ്കൾ. ഇപ്പൊ ഈ പ്രളയത്തിന് ശേഷം പൊതുവെ കൊക്കോയ്ക്ക് കായ് കുറവാണെന്ന് കർഷകർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ടോ? കുറവുണ്ട്. പക്ഷെ ഈ വർഷം പിന്നെ ഇച്ചിരിയുടെ പൂ കാണുന്നുണ്ട് കേട്ടോ. ഈ വർഷം ഇച്ചിരിയുടെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും പ്രളയത്തിന് ശേഷം കുറവായിരുന്നു, കാ വളരെ കുറവായിരുന്നു. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പിന്നെ നമുക്ക് കുരുമുളക് കൃഷിയിലേക്ക് വരാം. കുരുമുളക് കൃഷിയിൽ പ്രധാനമായിട്ടും ഏതെല്ലാം ഇനം കുരുമുളകാണ് കൃഷി ചെയ്യുന്നതെന്നറിയാമോ? പന്നിയൂർവണ്ണും കരിമുണ്ടയാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. ഇതിന് താങ്ങുകാലായിട്ട് എന്താണ്, മുരിക്കാണോ അതോ ശീമക്കൊന്നയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? മുരിക്കാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ശീമക്കൊന്ന ഇല്ല, മുരിക്കാണ്. എല്ലാത്തിനും തന്നെ മുരിക്ക. മുരിക്കിന് കേടൊന്നുമില്ല ഇവിടെ. നമ്മൾ ചെറുപ്പത്തിലെ കേടുള്ളത് മാറ്റി വേറൊരു കൊണ്ട് ഇടാറുണ്ട്, വേറെ മുരിക്കി ഇടാറുണ്ട്. പിന്നെ നമ്മൾ ചില പ്ലാവേല് കയറ്റി വിട്ടിട്ടുണ്ട്, മരത്തേലുകൾ കയറ്റി വിട്ടിട്ടുണ്ട്. അത് കൂടുതലില്ല, കൂടുതലും നമ്മൾ മുരിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കുരുമുളക് നമ്മളിങ്ങനെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? വളർന്നു വരുന്നതനുസരിച്ച് കെട്ടി കൊടുക്കണ്ടേ? കെട്ടി കൊടുക്കണം. അപ്പം ഓരോ തൈ നട്ടതിന് ശേഷം അതിന്റെ തല നീണ്ടു വരുമ്പോഴത്തേനും അങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട്. കെട്ടി കൊടുക്കാൻ കയർ ഉപയോഗിച്ചാണോ? ഒന്നെങ്കിൽ പാളവള്ളി ഉപയോഗിച്ചാണ് കെട്ടുന്നത്, ഇല്ലെങ്കിൽ അത് പാളവള്ളി ആയിരിക്കും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏണി വെച്ചൊക്കെ കയറേണ്ടി വരുമല്ലോ. അപ്പൊ അത്തരം പണികളൊക്കെ നമ്മളെ ജോലിക്കാരെ കൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ടോ അതോ ഹസ്ബൻഡ് തന്നെ ചെയ്യുമോ? ഇല്ല, അതിന് നമ്മളൊരു ചേട്ടനെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ നമുക്ക് തന്നെ പറ്റിയല്ല. അതുകൊണ്ട് ഒരു ചേട്ടനും കൂടെ നമുക്ക് സഹായത്തിനായിട്ടുണ്ട്. ഒരാളേ ഉള്ളൂ, സ്ഥിരമായിട്ടൊരു ചേട്ടനുണ്ട്. അപ്പൊ സ്ഥിരമായിട്ടൊരു ജോലിക്കാരനുള്ളത് കൊണ്ട് ഈ പണികളെല്ലാം നടന്നു പോകുന്നു അല്ലേ? അതെ അതെ. പിന്നെ നമ്മളെല്ലാം ചെന്ന് നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നു. കാരണം ഹസ്ബൻഡ് ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറാണ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ. അപ്പം അതിൽ ചേട്ടായി രാവിലെ പോകുന്നതുകൊണ്ട് ഞാനാണ് ജോലി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നത്. കുരുമുളകിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളോ മരുന്ന് തളിക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? മരുന്ന് തളിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ അതിന്റെ ചോട് ചെത്തിക്കൂട്ടുകയോ അതുപോലെ ഈ മണ്ണ് വെട്ടിക്കൂട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ചോട് ചെത്തിക്കൂട്ടി കൊടുക്കാറുണ്ട്. ചോട് ചെത്തിക്കൂട്ടുമ്പോൾ ആളുകൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ വേര് മുറിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ. ഇവിടെയൊക്കെ അങ്ങനെ അല്ല, കുഴപ്പമില്ല അല്ലേ? തൂമ്പോണ്ട് കിളച്ച് നമ്മൾ ചെത്തിക്കൂട്ടിയാൽ അതിന്റെ വേരുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ചോട് മാത്രം കൈകൊണ്ട് നമ്മളിങ്ങനെ പുല്ലൊക്കെ പറിക്കുവാണ്. അതിനുശേഷം അതിന്റെ സൈഡ് തൂമ്പ കൊണ്ട് ചാപ്പ് കൂട്ടി കൊടുക്കുക ചെയ്യാറ്. ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടിച്ചോട്ടിൽ എന്തെങ്കിലും ഉണക്കിനെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചപ്പ് പുല്ലൊക്കെ വാരി വെട്ടിക്കൂട്ടിയിട്ട് കൊടുക്കാറേ ഉള്ളൂ. അതുപോലെ ഈ വേനൽക്കാലം ആകുമ്പോൾ നനച്ചു കൊടുക്കേണ്ടി വല്ലതും വരുന്നുണ്ടോ? ചെറിയ കൊടികൾക്ക് നനച്ചു കൊടുക്കാറുണ്ട്, ചെറിയ കൊടികൾ നനച്ചു കൊടുക്കാറുണ്ട്. ഇനി വിളവെടുപ്പ് നടത്തുന്നത് ഈ ജോലിക്കാരൻ തന്നെയാണോ? അല്ല, അതിന് നമ്മൾ എല്ലാവരും കൂടെ കൂടും. പിന്നെ ആ ചേട്ടനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എങ്കിലും ചേട്ടായും നമ്മൾ കുരുമുളകൊക്കെ പറിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ 1-2 പേരെയും കൂടെ കൂട്ടും. കാരണം എല്ലാ കൊടിയിലും കൂടെ ഒരാൾക്ക് തന്നെ പറ്റിയല്ലാത്തത് കൊണ്ട്. പിന്നെ പറിച്ചിരുന്നു, പിന്നെ മെതിക്കലൊക്കെ ഞങ്ങൾ തന്നെയാണ് അത് ചെയ്യും. പിന്നെ ഇപ്പം മെഷീൻ ഉള്ളത് കൊണ്ട് ഇപ്പം മെഷീനിലിട്ടാണ്. അതെങ്ങനെയാണ്, മെഷീൻ വാങ്ങിച്ചതാണോ? നമുക്കത് കൃഷിഭവനിൽ നിന്നൊക്കെ സബ്സിഡി നിരക്കി കിട്ടിയതാണ്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ കുരുമുളക് പറിച്ചെടുത്തതിന് ശേഷം ഇത് എങ്ങനെയാണ് ഇത് ഉണങ്ങിയെടുക്കുന്നത്? വെള്ളക്കുരുമുളകാക്കിയാണോ അതോ കറുത്ത കുരുമുളകാക്കി തന്നെയാണോ? കറുത്ത കുരുമുളകാക്കി തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളക്കുരുമുളക് ഉണ്ടാക്കാറുണ്ട്. ഇത് എത്ര ദിവസം വെയിലത്തിട്ടാൽ ഇത് ഉണങ്ങി കിട്ടും? 2 അല്ലെങ്കിൽ 3 ദിവസം മതി ഉണങ്ങിയെടുക്കാനായിട്ട്. അത് നമ്മൾ എങ്ങനെ പരമ്പിലിട്ടാണോ അതോ പ്ലാസ്റ്റിക് ഷീറ്റിലിട്ടാണോ ഉണങ്ങിയെടുക്കുന്നത്? പണ്ട് കാലത്ത് പരമ്പിലായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ വലിയ പഴുത മേടിച്ച് അതിൻ്റെ അകത്തായിട്ടാണ് ഉണങ്ങുന്നത്. അപ്പോൾ കുരുമുളക് ഇപ്പോൾ വില എന്ത് വില ലഭിക്കുന്നുണ്ട്? ആദായകരമാണോ കുരുമുളകിന്റെ വില? ഉണ്ട്, കുഴപ്പമില്ല. 600 വരെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ 600 രൂപ വില വെച്ച് ആണെങ്കിൽ കുരുമുളക് ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ?
600 രൂപ വിലയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കർഷകർക്ക് നല്ലതാണ്, കൊണ്ടുപോകാൻ പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എന്തെല്ലാം ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? നമുക്ക് വഴുതനങ്ങയുണ്ട്, പാവലുണ്ട്, കോവലുണ്ട്, പിന്നെ പയറുണ്ട്, വെണ്ടയുണ്ട്. ഇതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. പിന്നെ തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, കാന്താരിയുണ്ട്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് മാത്രമാണോ അതോ നമുക്ക് വിൽപ്പനയ്ക്കും കിട്ടാറുണ്ടോ? വഴുതനങ്ങയൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട്. മറ്റുള്ളതെല്ലാം നമ്മുടെ തന്നെ, പിന്നെ നമ്മുടെ ബന്ധുക്കാർക്കും വീട്ടിൽ വരുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കും. നമ്മുടെ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾക്കും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. വഴുതനങ്ങയൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അതൊക്കെ കൃഷി ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയാമോ? അത് ഞാൻ വഴുതനങ്ങയും പയറും ഇതെല്ലാം ഇടവേളയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇട്ടേക്കുന്നത്. കുഴിയിൽ ചാണകപ്പൊടി ഇട്ടിട്ടാണ് നടുന്നത്. അതിനുശേഷം ഒരു ഇച്ചിരി തലമങ്ങി കഴിയുമ്പോൾ, പയർ ഇച്ചിരി ഇതായി കഴിയുമ്പോൾ ഞാൻ ചാണകപ്പാൽ കോരി ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഇച്ചിരി വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടേതായ എല്ലുപൊടി അങ്ങനത്തെ വളങ്ങളൊക്കെ, ഫാക്ടംബോസ് അങ്ങനത്തെ അതൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഞാൻ കൊടുക്കുന്നത് ചാണകമായിട്ട് കൊടുക്കുന്നത്. വേറെ വളം ഒന്നും കൊടുത്തില്ലെങ്കിലും ചാണകം നേർപ്പിച്ച് ഇത് കൊടുക്കും. പിന്നെ ചാണകവും നമ്മുടെ വേപ്പ് പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് 10 ദിവസം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് രോഗകീടങ്ങൾ അതുപോലെ ഈ കീടങ്ങളുടെ ശല്യങ്ങളോ രോഗങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. അതിനെന്താണ് ചെയ്യാറുള്ളത്? അതിനും ഇതുപോലെ നമ്മുടെ പുകല കഷായൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ചെയ്യുന്ന ചാരം തൂളും. ഇത് രണ്ടുമൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഈ പുകല കഷായം തയ്യാറാക്കി ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഇല്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ മാറ്റമുണ്ട്. ഇനി കൃഷിഭവൻ അതുപോലെ സ്പൈസസ് ബോർഡ്, കൃഷി വിജ്ഞാന കേന്ദ്രം അവരിൽ നിന്നൊക്കെയുള്ള ഉപദേശങ്ങൾ അതുപോലെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കൃഷിഭവനിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ കിട്ടാറുണ്ട്. നമുക്ക് തൈകളാണെങ്കിലും അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒത്തിരി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. അപേക്ഷ വെച്ചിട്ടില്ല അതിന്. പൊതുവെ ഈ കുട്ടികളെ നോക്കുക, അതുപോലെ കൃഷി പ്രവർത്തനങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഏകദേശം രാവിലെ ഏത് സമയം മുതൽ ഇതിലൊക്കെ ഇടപെടാൻ സാധിക്കുന്നുണ്ട്? രാവിലെ 5:30 തൊട്ട് ഒരു 8 മണി വരെ ഞാൻ അടുക്കളയിലെ കാര്യങ്ങൾ നടത്തും. 8 മണിയാകുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാറാവും. അവർ പോയി കഴിഞ്ഞാൽ ചാച്ചൻ്റെ അമ്മച്ചിൻ്റെയും കാര്യം കഴിഞ്ഞ് ഞാനൊരു 10 മണി 9:30 ആയി കഴിഞ്ഞാൽ ഞാൻ ഈ പറമ്പിലോട്ട് ഇറങ്ങും. പിന്നെ ഒരു 2 മണി 2:30 ആകുമ്പോൾ കയറി വരും. പിന്നെ ചോറിനിട്ട് പിന്നെ നമ്മുടെ ബാക്കി വീട്ടുപണികളെ, പിള്ളേർ വരുന്നതിന് കാപ്പി ഉണ്ടാക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. എങ്കിലും ഇത്രയും സമയം എനിക്ക് പറമ്പിലോട്ടും ഇതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കിട്ടുന്നുണ്ട്. ഈ കുടുംബശ്രീ അയൽക്കൂട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്, അയൽക്കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് അതിൽ JLG എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അതിൽ ഞങ്ങൾ കൃഷിയുണ്ട്. അതിൻ്റെ അകത്ത് ഇതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? മുന്നോട്ട് പോകുന്നു, സന്തോഷമാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ് പേര് നോയൽ. ചേട്ടായി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മാനേജറാണ്. കട്ടപ്പനയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്തയാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, GNA മരിയ. രണ്ടാമത്തെ ആള് ഏഞ്ചൽ മരിയ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് ക്യാതറിൻ തെരേസ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ ആള് നോവാക്ക് നോയൽ, അവൻ LKG പഠിക്കുന്നു. പെൺപിള്ളേര് 3 പേരും കേന്ദ്ര വിദ്യാലയത്തിലാണ്. കൊച്ചി ഇടുക്കി ന്യൂമാൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് ചേട്ടായുടെ ചാച്ചനും അമ്മച്ചിയുണ്ട്. ചാച്ചനും അമ്മച്ചിയും കൃഷിക്കാരായിരുന്നു. അപ്പൊ അവരിൽ നിന്നൊക്കെയുള്ള ഉപദേശം കേട്ടാണ്. ഇല്ലില്ല, അവർക്ക് പറ്റില്ല, അവർക്ക് പ്രായമായി. ചാച്ചന് 87 വയസ്സും അമ്മച്ചിക്ക് 52 വയസ്സും ഉണ്ട്. അവരിങ്ങനെ ഓരോ ഉപദേശമൊക്കെ നമുക്ക് തരും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പൊ അവരുടെ ഉപദേശം കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാർഷിക പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴും എല്ലാം സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, മരിയാപുരത്തെ ഒരു യുവ കർഷകയായ ജിലു വർഗീസ് എരപ്പുഴിക്കരയാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. മരിയാപുരത്തെ കർഷകയായ ശ്രീമതി ജിലു വർഗീസ് എറപ്പുഴിക്കരയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई।
मजबूत रहे, कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम कदर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.